മോചനം വീണ്ടും ജനനവും നീചപാപിയന്മേൽ വസിപ്പാ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. യാക്കോബിന്റെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവും. ഇരുപത്തിയൊന്നാമത്തെ വാക്യം. അടുത്ത 2 വാക്യങ്ങളിലൂടെ. ഓക്കെ, ഇവിടെ ദൈവവചനത്താൽ ആണ്, സത്യത്തിന്റെ വചനത്താലാണ് ഒരു വ്യക്തി ജനിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മെ ജനിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനത്താലാണ് എന്ന് പറയുന്നു. പത്രോസിന്റെ ലേഖനത്തിലും അത് തന്നെ പറയുന്നുണ്ട്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. പക്ഷെ അതേ വീണ്ടും ജനിച്ച ആ ദൈവമക്കളെ നമ്മളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ, അല്ലെങ്കിൽ നമ്മുടെ സോളിനെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടവുമായിട്ടുള്ള വചനം കൈക്കൊള്ളുന്നതിന്റെ കാര്യമാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുക. എന്നാൽ ദൈവവചനം കേൾക്കുമ്പോൾ അതിന്റെ റിയൽ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശക്തിയുള്ളതാണ്, അത് പവർഫുള്ളാണ്, അത് നമ്മുടെ ഉള്ളിൽ നടപ്പെടുന്ന വചനമാണ്, അത് നമ്മളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതാണ്. പക്ഷെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഉള്ളൊരു വളരെ ഡേഞ്ചർ ആണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ വചനം നമ്മൾ കേട്ടിട്ട് നമ്മൾ ചതിക്കപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ചതിക്കപ്പെടുന്നത്? വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് ഇത് ചെയ്യാതെ ഇരിക്കുന്ന വ്യക്തി എന്ത് സംഭവിക്കും? ആ വ്യക്തി ചതിക്കപ്പെടും, ആ വ്യക്തി ഡിസീവ്ഡ് ആവപ്പെടും. ഈ ദൈവവചനത്തിന്റെ എഫക്റ്റിനെ നഷ്ടപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അത് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. ദൈവവചനം അതിന്റെ ഫുൾ എഫക്റ്റിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകാതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കർത്താവ് പഠിപ്പിക്കുന്നത് നമ്മുടെ സമ്പ്രദായങ്ങളാണ്, ട്രഡീഷൻസ് ഓഫ് മെൻ. ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കുറെ ട്രഡീഷനൊക്കെ വിട്ടിട്ട് വന്നവരാ, അല്ലേ? പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ ചില ട്രഡീഷൻസ് ഉണ്ട്. ഈ ട്രഡീഷൻസ് നമ്മൾ പഠിച്ചു വന്ന ചില രീതികളാണ്. ഈ രീതികൾ ദൈവവചനം അതിനെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാറില്ല. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ ഫുൾ കോൺടാക്ട് നിങ്ങൾ വായിക്കണമെന്നില്ല. അതിലും ദൈവകൽപ്പനയോടുകൂടി ദൈവവചനത്തോടുകൂടി സമ്പ്രദായങ്ങൾ കൂടി ചേരുമ്പോഴുണ്ടാവുന്ന 3 എഫക്ട് പറയുന്നുണ്ട്. അതിന്റെ 1-ാമത് 7-8 പറയാണ്, നിങ്ങൾ ദൈവവചനം വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. 2-ാമത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിക്കാൻ വേണ്ടി ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. 13-ാമത്തെ വാക്യം, നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. നേരം ദൈവവചനത്തെ ദുർബലമാക്കാം, ദൈവവചനത്തെ തള്ളിക്കളയാം, വിട്ടുകളയാം. ഇതെല്ലാം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ട്രഡീഷൻസ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാനതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ എല്ലാ ട്രഡീഷൻസും നമ്മുടെ എല്ലാ ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയും അതിന് വിട്ടുകളയുകയും ചെയ്യാനായിട്ട് തയ്യാറായില്ലെങ്കിൽ നമ്മൾ ഇതിനെ ദുർബലമാക്കുകയാണ് ചെയ്യുന്നത്, നമ്മളിതിനെ ശക്തി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മളുടെയൊക്കെയുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതും പഠിച്ചു വെച്ച പല കാര്യങ്ങളും, ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പറഞ്ഞത്, നമ്മൾ അൺലേൺ ചെയ്യാനായിട്ട് തയ്യാറല്ല. അതുകൊണ്ട് ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോവുകയാണ്. നമ്മൾ മോശയെ നിങ്ങൾക്ക് കേട്ടിട്ടുള്ളതായിരിക്കാം. മോശയെ ദൈവം മോശയുടെ ചെറുപ്പത്തിൽ തന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി വിളിച്ചു.
പക്ഷെ മോശ ഈ ശുശ്രൂഷയ്ക്ക് ആദ്യമായിട്ട് ഒരു പ്രവൃത്തി ചെയ്ത് അതിനുവേണ്ടി ഇറങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? എത്രാമത്തെ വയസ്സിലാണെന്ന് അറിയാമോ? എത്രാമത്തെ വയസ്സിലാണ് മോശ ആദ്യമായിട്ട് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നത്? 40-ാമത്തെ വയസ്സ്. കറക്റ്റ്. 40 വയസ്സ് വരെ എങ്ങനെയായിരുന്നു മോശ എന്നുള്ളത് സ്തേഫാനോസ് പ്രസംഗിക്കുന്നുണ്ട്. സ്തേഫാനോസിന്റെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലാണ് പറയുന്നിരിക്കുന്നത്. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി. ഹി വാസ് എ പവർഫുൾ മാൻ, ഹി വാസ് എ ലേൺ മാൻ. ഈജിപ്ഷ്യൻസിന്റെ എല്ലാ തന്ത്രവും നമ്മൾ പറഞ്ഞില്ലേ, മിസ്രൈമിയ തന്ത്രങ്ങൾ എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചൊരു മിടുക്കനായിരുന്നു മോശ. ഈ മോശ ആണ് മിസ്രൈമിനെ തള്ളിക്കൊന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മോശയെ ദൈവം ഒരു ഓടിക്കുന്നു. മോശ ചിന്തിച്ച നമ്മൾ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. മരുഭൂമിയിൽ കടന്ന് 40 വർഷം മോശ കടന്ന് കറങ്ങുന്നു. മോശയെ ദൈവം ഉപയോഗിക്കുന്ന എത്രാമത്തെ വയസ്സിലാണെന്ന് അറിയാമോ? 80-ാമത്തെ വയസ്സിൽ. കൃത്യം 40 വർഷം ദൈവം പഠിപ്പിച്ചു. മോശ പഠിച്ച 40 വർഷം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും 40 വർഷം കൊണ്ട് ദൈവം എടുത്തു കളഞ്ഞു. മോശയുടെ മനസ്സിൽ നിന്ന് ഈ സിസ്റ്റംസ് മുഴുവൻ എടുത്തു കളഞ്ഞിട്ട് പിന്നെ എത്ര വർഷം മോശ ശുശ്രൂഷിച്ചെന്നറിയാമോ ദൈവത്തിന് വേണ്ടിയിട്ട്? 3-ാമത് എത്ര വർഷം അറിയാമോ? വീണ്ടും 40 വർഷം അല്ലേ? അന്നേരം മോശയുടെ ലൈഫിനെ 3ആയിട്ടാണ് ശരിക്കും ദൈവവചനം തന്നെ ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ 40 വർഷം മോശ പഠിച്ച കാര്യങ്ങൾ, അടുത്ത 40 വർഷം മോശയിൽ നിന്ന് ദൈവം എടുത്ത് കളഞ്ഞ 40 വർഷം, അടുത്ത 40 വർഷം ദൈവം മോശയെ ഉപയോഗിച്ച 40 വർഷം. അതാണ് അതിന്റെ 36-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടു. അന്നേരം അടുത്ത 40 വർഷം ദൈവം മോശ യൂസ് ചെയ്യായിരുന്നു. ഞാൻ ഡീറ്റെയിലേക്ക് വന്നത് നിങ്ങൾ മോശ യൂസ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ദൈവം പറയുന്നത് എക്സാക്ട്ലി ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ചെയ്യാനായിട്ട് മോശ തയ്യാറായിരുന്നു. കാര്യം എന്താണ്? മോശയുടെ മനസ്സിൽ നീ സിസ്റ്റംസ് എല്ലാം പോയി. ഞാൻ പറഞ്ഞത്, ഞാൻ വളരെ ചുരുക്കം ആൾക്കാരെ കണ്ടിട്ടുള്ളൂ ദൈവവചനം എക്സാക്ട്ലി അതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് ശുശ്രൂഷയിലായാലും ചർച്ചിലായാലും വ്യക്തിപരമായിട്ട് ജീവിതത്തിലാണെങ്കിലും ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ്. അതിന്റെ അപ്പുറത്തേക്ക് എന്റെ ബോധ്യവുമില്ല, എന്റെ ട്രഡീഷനുമില്ല, എന്റെ രീതിയുമില്ല, അവിടെ നിർത്തുക എന്നുള്ളതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ടും കൂടെ ചെയ്യാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ദുർബലമാക്കുകയാണ്. ഞാൻ പറഞ്ഞത് ദൈവവചനത്തിന്റെ എഫക്റ്റ് കളയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സിസ്റ്റങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നത്. എനിവേ, ഞാൻ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് മടങ്ങിപ്പോകാം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയാണ്, അതല്ല അവിടെ യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവവചനം കേട്ടിട്ട് ഒരു വ്യക്തിക്ക് ഡിസീവ്ഡ് ആയി പോകാനായിട്ടുള്ളൊരു സാധ്യതയെ പറ്റിയാണ്. അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ടുകളഞ്ഞ് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉള്ളനട്ടവുമായ വചനം സൗമ്യതയോടെ ഹ്യൂമിലിറ്റിയോടെ അതിനെ കൈക്കൊള്ളുക. എന്നിട്ട് പറയാണ്, എങ്കിലും ദൈവവചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ കൈക്കൊള്ളുന്നത്. എങ്ങനെയാണ് ഈ ചതി വരുന്നതെന്ന് അറിയാമോ? ഈ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, കുറച്ച് നാൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഏകദേശം ഈ ദൈവവചനം പോലൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. നമ്മൾ അങ്ങ് ചിന്തിക്കും. എല്ലാ ചർച്ചിനും ഓരോ സിസ്റ്റം ഉണ്ട്. നമ്മൾ ഇവിടുത്തെ ചർച്ച അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചർച്ചിൽ പോയി കഴിഞ്ഞാൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കൂടുതൽ എംഫസൈസ് ചെയ്യുന്ന ചർച്ചകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവരുടെ ചർച്ചിന്റെ എംഫസൈസ് എന്താണ്. അവരെപ്പോഴും സംസാരിക്കുമ്പോൾ വിടുതൽ, രോഗസൗഖ്യം, അത്ഭുതം എന്നുള്ള കാര്യം അവർക്ക് പറയുന്നത്. നമ്മളിപ്പം CFC പോലത്തെയൊക്കെ ചർച്ചകൾ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് കേൾക്കുന്നത്? അവിടെ പറയാൻ പറ്റുവാണെങ്കിൽ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ കേൾക്കുന്നത്. അവിടെ അത്ഭുതം അടയാളങ്ങൾ നോക്കുന്നത്. നമ്മുടെയൊക്കെ ചർച്ച വന്നു കഴിഞ്ഞാൽ എന്ത് കേൾക്കും? നമ്മുടെ ആൾക്കാരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് മനസ്സിലാവും? ഒരു കർത്താവിനോട് സ്വരൂപത്തോട് അനുരൂപമാകുക, ഇല്ലെങ്കിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതുപോലെ രൂപാന്തരപ്പെടുക, ഇതെല്ലാം നമ്മൾ പറയും അല്ലേ? പക്ഷെ ഈ 3 കൂട്ടരുടെയും ചില ആൾക്കാരുടെ ലൈഫ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സെയിമാണ്. ഈ പറയുന്ന വാക്കുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫോമിനോട് കൺഫേംഡ് ആവും. നമ്മളുടെ സംസാരം ഇതുപോലൊക്കെ ആവും. നമ്മളും ബാക്കിയുള്ളവരത് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാവും എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഇത് ഉള്ളിലേക്ക് പോയിട്ട് ഇത് നടപ്പെടുന്നില്ല. അന്നേരം നമ്മൾ ഇത് പറയുമ്പോൾ നമ്മുടെ വിചാരം എന്താണെന്നറിയാമോ? നമ്മളും ഒരു ആത്മീയനാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. നമ്മുടെ ലാംഗ്വേജ് ഒക്കെ മാറിയില്ലേ? നമ്മുടെ ആൾക്കാരത് സംസാരിക്കുന്ന രീതിയൊക്കെ മാറി. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? നമ്മൾ ചതിക്കപ്പെടുകയാണ്.
നമ്മൾ ചതിക്കപ്പെടുകയാണ്. കാരണം എന്താണ്? അത് നമ്മൾ ചെയ്യുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് മാറുന്നില്ല, നമ്മുടെ ലൈഫിനെ അത് ട്രാൻസ്ഫോം ചെയ്തിട്ടില്ല, നമ്മുടെ വീട്ടില് നമ്മളത് ചേഞ്ച് ഉണ്ടാക്കിയിട്ടില്ല, നമ്മുടെ ഭാര്യയോട് സംസാരിക്കുന്നതിൽ, ഭർത്താവിനോട് സംസാരിക്കുന്നതിൽ ഇതിലൊന്നിലും വ്യത്യാസം വരാതെ നമ്മുടെ ഔട്ട്വേർഡ് ലാംഗ്വേജ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഈ സഭയിൽ വന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കഴിയും. പക്ഷെ ഇത് നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് നമ്മളെ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ, ഇവിടെ പറയാണ് ദൈവവചനം നമ്മളെ ചതിക്കുകയാണ്. ദൈവവചനമാണ് നമ്മളെ ചതിക്കുന്നത്, നമ്മളാണ് നമ്മളെ ചതിക്കുന്നത്. പക്ഷെ ദൈവവചനം കേട്ടിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഒരുവൻ വചനം എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. എന്നിട്ട് ദൈവവചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ഒരാളുടെ പ്രത്യേകത എങ്ങനെയാണെന്ന് അറിയാമോ? ഒരുവൻ വചനം കേൾക്കുന്നുവെങ്കിലും അത് ചെയ്യാത്തവനായി ഇരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് നോക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കേൾക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. കുറച്ചങ്ങോട്ട് വെളിയിലോട്ട് പോയിക്കുമ്പോഴത്തേനും കേട്ടതും മറന്നു, നമ്മുടെ മനസ്സിലാക്കിയത് മറന്നു. എന്തുകൊണ്ടെന്നറിയാമോ ദൈവവചനം നമ്മുടെ മനസ്സിലിരിക്കാത്തത്? എന്താണെന്നറിയാമോ? അതിന്റെ വളരെ പ്രധാന കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതിനെ അനുസരിക്കാത്തതുകൊണ്ടാണ് അത് ഓർമ്മയില്ലാത്തത്. ദൈവവചനം കേട്ട വചനങ്ങൾ ഒരാൾക്ക് റിമൈൻഡ് ചെയ്ത അയാളുടെ ഹൃദയത്തിൽ എഴുതാത്തതിന്റെ കാര്യം ആ വ്യക്തി അത് ചെയ്യാത്തത് കൊണ്ടാണ്. ആ വ്യക്തിക്ക് പിന്നെയും കേട്ട് കഴിഞ്ഞാൽ അത് പിന്നെയും മറക്കും. കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ തന്നെ പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി എന്താണ് പറഞ്ഞിരിക്കുന്നത്? താൻ ചെയ്യുന്നതിൽ ഭാഗ്യവനാവും. അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഒരുവന് തന്റെ നാവിന് കടിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥം തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ്, ദൈവം ഒരു വ്യക്തിയുടെ കണ്ടക്റ്റിനെ ദൈവത്തിന്റെ വചനം മാറ്റുന്നില്ലെങ്കിൽ അവൻ തന്നെത്താൻ വഞ്ചിക്കുകയാണ്, അവൻ ഭക്തനെന്ന് നിരൂപിക്കുകയാണ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിലെ, നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്നില്ലെങ്കിൽ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് വഞ്ചിക്കുകയാണ്. ഞാൻ ഇതിന്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ദൈവവചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കേട്ടിട്ടും ഇത് ഇൻഎഫക്റ്റീവായിട്ട് ഒരു പ്രയോജനവുമില്ലാതെ വഞ്ചിക്കപ്പെട്ടവരായിട്ട് ഒരു ഫോം ഉള്ള ക്രിസ്ത്യൻസായി മാത്രം ആൾക്കാർ തീരുന്നത്? യേശുക്രിസ്തു അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. എങ്കിലും അത് ഒന്നുകൂടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 8-ാമത്തെ അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്. യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയാണ്. അതൊന്ന് വായിക്കാം നമുക്ക്. 5 തൊട്ട് അതിന്റെ 14 വരെയുള്ള വാക്യങ്ങൾ. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. വായിച്ചു 5 മുതൽ ഇതായിട്ട്. വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടിപ്പോകുകയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. മറ്റു ചിലത് പാറമേൽ വീണ് മുള്ള് നനവില്ലാകിയാൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളും കൂടെ മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണ് മുളച്ച് 100 മേനി ഫലം കൊടുത്തു. അത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു. അവന്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്ത് എന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും ഉപമകളില്ലത്രേ. ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം. വഴിയരിയുള്ളവൻ കേൾക്കുന്നവരെങ്കിലും അവർ വിശ്വസിച്ചു. രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാചു വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങിപ്പോവുകയും ചെയ്യുന്നു. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. അതിന്റെ 17-18 വാക്യങ്ങൾ. വെളിപ്പെടാതെ ഗൂഢമായതൊന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നതുമൊന്നുമില്ല. അടുത്ത വാക്യം. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. 21-ാമത്തെ വാക്യം. എന്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരെത്രയെന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു.
ഇവിടെ നമ്മൾ പലപ്പോഴും കേട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ആരാണ് വിതയ്ക്കുന്നത്? വിത്ത് വിതയ്ക്കുന്ന ആരാ അവിടെ? ആരാണെന്നുള്ള പറയുന്നില്ല. ശരിയാണ്. കാരണം വിത്ത് വിതയ്ക്കുന്ന ആരാണെന്നുള്ള വലിയ പ്രസക്തമല്ല. പറയുന്ന ആളുടെ ക്വാളിറ്റിയും കൊണ്ടല്ല ഒരാൾ രക്ഷിക്കപ്പെടുന്നത്. വിതയ്ക്കുന്ന ആള് ഏതാളാണെങ്കിലും വിതയ്ക്കുന്ന വചനമാണ് വിഷയം. വചനം എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? വിത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവവചനമാണ് വിത്ത്. അപ്പോൾ ദൈവവചനം എന്ന് പറഞ്ഞാൽ ട്രൂ വേർഡ് ഓഫ് ഗോഡ്. അതാണ് നമ്മൾ യാക്കോബ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യവചനം. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യത്തിന്റെ വചനം. അന്നേരം യഥാർത്ഥത്തിലുള്ള സുവിശേഷത്തിന്റെ മെസ്സേജാണ് വിത്ത്. അത് വിതയ്ക്കുന്ന ആളുടെ പ്രസക്തമല്ല. യഥാർത്ഥ സുവിശേഷമാണ് ഒരു വ്യക്തി പ്രസംഗിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന എഫക്റ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത് പറയുന്നത്. അന്നേരം വിത്ത് എന്ന് പറയുന്നത് ദൈവവചനമാണ്. ഇതെല്ലാം കോമൺ ആണ് അല്ലെ? വിത്ത് നല്ല വിത്തുമാണ്, അതിനൊരു യാതൊരു സംശയവുമില്ല. രണ്ടാമത് കോമൺ ആയിട്ടുള്ള കാര്യമുണ്ട് അവിടെ പറയുന്നുണ്ട്. 3 കൂട്ടരിലും സംഭവിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 3 പേരും കേട്ടു അല്ലെ? 3 പേരും കേട്ടു എന്ന് പറഞ്ഞിട്ട് 3 പേരെ പറ്റിയും പറയുന്നത് വഴിയായിരിക്കുന്നവർ കേൾക്കുന്നവരെങ്കിലും, പാറമേലുള്ളവരോ കേൾക്കുന്നവരെങ്കിലും, മുള്ളിനിടയിലുള്ളതോ കേൾക്കുന്നവരെങ്കിലും. അന്നേരം 3 പേരും കേൾക്കുകയും ചെയ്തു. അന്നേരം ദൈവവചനം, ഞാനൊരു കാര്യം നിങ്ങളുടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദൈവവചനം എന്ന വിത്ത്, യഥാർത്ഥ വിത്ത് മണ്ണിലിടുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ ടെസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് അറിയാമോ? അവിടെ വിത്താണോ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്? അല്ല. എന്താ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്? മണ്ണ് ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെ? ഇത് റിയൽ മണ്ണാണോ എന്നുള്ളത് വചനം ഇടുമ്പോൾ ടെസ്റ്റ് ചെയ്യപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 3 കൂട്ടരും ചർച്ചിൽ തന്നെ ദൈവവചനം കേൾക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഈ 3 കൂട്ടരും ദൈവവചനം കേൾക്കുന്ന സഭയിലുള്ള ആൾക്കാർ തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു കാര്യം ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ ടെസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് അറിയാമോ? കേൾക്കുന്ന ആൾക്കാരുടെ ഹൃദയം ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. എങ്ങനെയുള്ള ഹൃദയമാണ് എന്നുള്ളത് ഓരോ വചനവും ടെസ്റ്റ് ചെയ്യുകയും റിസൾട്ട് വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ദൈവവചനം ഇവർ 3 പേരും കേട്ടു. ആദ്യത്തെ കൂട്ടർ എങ്ങനെ കേട്ടത്? ആദ്യത്തെ കൂട്ടരെ പറ്റി പറയാതിരിക്കുകയാണ്. വഴിയരികെയുള്ളവർ കേൾക്കുന്നവരാണ്, എങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയും. അന്നേരം ഒരു കാര്യം ഇവിടെ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ കൂട്ടത്തിൽ വേറൊരാളൂടെ ദൈവവചനം പ്രസംഗിക്കുന്നതിന്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ആരാ? പിശാച്. പിശാചിന്റെ വിചാരം എന്തുവാ? ഇവൻ രക്ഷിക്കപ്പെടരുത്. ഇവ ഒരാൾ വചനം കേട്ടാൽ രക്ഷിക്കപ്പെടുവോ? ഈ ചർച്ചിൽ വന്നിട്ട് ഒരു 2 വർഷം വചനം കേട്ടാൽ രക്ഷിക്കപ്പെടുവോ? രക്ഷിക്കപ്പെടത്തില്ല. കാര്യം എന്താണ്? കേട്ടാൽ വ്യക്തി രക്ഷിക്കപ്പെടത്തില്ല. കേട്ടിട്ട് ആ വ്യക്തി റിയലായിട്ട് ആ ദൈവവചനത്തെ ഏറ്റെടുത്ത് വിശ്വസിക്കണം. നേരെ വിശ്വസിക്കാതിരിക്കാനായിട്ട് പിശാച് എന്ത് ചെയ്യും? കേൾക്കുന്ന ഉടനെ ഇവനെ അതിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ വചനം എടുത്തുകൊണ്ടാകും. ഇവൻ ചിലപ്പോൾ ചിന്തിക്കും ഇവൻ കേൾക്കുന്നതുകൊണ്ട് രക്ഷിക്കപ്പെട്ടെന്ന്. ഈ സഭയുടെ കൂട്ടത്തിൽ വന്നിരുന്ന് ദൈവവചനം കേൾക്കുന്നതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പിശാച് ഇവനെ വഞ്ചിക്കുകയും ചെയ്യും. പക്ഷെ ഇവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇവൻ ചർച്ചിൽ വന്നിരുന്ന് പ്രസംഗം കേൾക്കുന്നുള്ളൂ. എത്രയോ പേര് ദൈവവചനം കേൾക്കുന്നു. ഇവരാരും പലരും രക്ഷിക്കപ്പെടാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിൽ ആ ദൈവവചനം അവർ റിസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പിശാച് വന്നിട്ട് അത് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ പിശാച് വന്ന് ദൈവവചനത്തെ എടുത്തു കളയാണ്. ഇതാണ് ഒരു കൂട്ടർ. ആ കൂട്ടർക്കും സഭയിൽ വരാം. ആ കൂട്ടർക്കും ഈ സിസ്റ്റം എല്ലാം ഫോളോ ചെയ്യാം. ആ കൂട്ടർക്കും ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ സഭയുടെ ലാംഗ്വേജും കാര്യങ്ങളും കണ്ടക്റ്റുകളും എല്ലാം പഠിക്കാം. പക്ഷെ ദൈവവചനം ഇവരുടെ ഹൃദയത്തിൽ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ദൈവവചനത്തെ പിശാച് എടുത്തുകൊണ്ട് പോകണം. രണ്ടാമത്തെ കൂട്ടർ പാറമേലുള്ളവർ കേൾക്കുമ്പോൾ വചനം എങ്ങനെ കൈക്കൊള്ളുന്നത്? സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർക്ക് വേരില്ല. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ എക്സൈറ്റ്മെന്റിൽ റെസ്പോണ്ട് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള കൂട്ടരുമുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷമാണ്. ദൈവവചനം കേൾക്കാനും സന്തോഷമാണ് അല്ലെ? പ്രസംഗമൊക്കെ കേൾക്കാനായിട്ട് സന്തോഷമാണ് ഇവർക്ക്. പക്ഷെ ഇവരുടെ ഇമോഷൻ അല്ല ഇവരുടെ സ്പിരിച്വാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. എന്താണെന്നറിയാമോ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്? ദൈവവചനം ടെസ്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി കടന്നു പോകുന്ന പരീക്ഷകളാണ്, അല്ലാതെ ആ വ്യക്തിയുടെ സന്തോഷമല്ല. ദൈവവചനം കേൾക്കുമ്പോൾ ഒരാളുടെ ഇമോഷണൽ എക്സൈറ്റ്മെന്റ് കൊണ്ടൊന്നും ദൈവം ഇംപ്രസ്ഡ് അല്ല. സാധാരണ ദൈവവചനം ആൾക്കാർക്ക് ഇത് കുറച്ച് കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും ഈ ഇമോഷണൽ കാര്യങ്ങളൊന്നും റിയൽ ആവാനായിട്ടുള്ള. അത് ഇമോഷണൽ പാടില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇമോഷൻ അല്ല ഒരു വ്യക്തിയുടെ സ്പിരിച്വാലിറ്റിയുടെ ടെസ്റ്റ്. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുന്നുവെങ്കിലും അവരുടെ ഉള്ളിലോട്ട് ഈ വചനം ഒന്നും ചെന്നിട്ടൊന്നുമില്ല. കാര്യം എന്താണ്? ഇവർക്ക് ടെസ്റ്റ് വരും ജീവിതത്തിൽ. ടെസ്റ്റ് വരുമ്പം അവരെന്ത് സംഭവിക്കുന്ന പറഞ്ഞിരിക്കുന്നേ? അവർ
പിന്മാറിപ്പോകും. ഇവർ പിന്മാറ്റക്കാരാണ്. ഒന്നാമത്തെ ആൾക്കാർ രക്ഷിക്കപ്പെടാത്തവരാണ്. രണ്ടാമത്തെ ഇവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടാണോ എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ അറിയാവൊക്കത്തില്ല. എങ്കിലും ഒരു കാര്യം മനസ്സിലായി, ഇവർ ഇമോഷണലി റെസ്പോണ്ട് ചെയ്യുന്നവരാണ്. പക്ഷെ ദൈവവചനത്തിന്റെ വേര് അവരിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ഇവരും യഥാർത്ഥത്തിൽ കർത്താവിന്റെ രാജ്യത്തിന് പ്രയോജനമുള്ളവരല്ല. മൂന്നാമത്തെ ഒരു കൂട്ടര് ആണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 14-ാമത്തെ വാക്യം, മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരാണ് ഇവരും. ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇവര് പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി ഫലം കൊടുക്കാത്തവരാണ് മൂന്നാമത്തെ കൂട്ടർ. ഇതാണൊന്ന് ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ കൂട്ടര് എങ്ങനെയാണെന്നറിയാം? ഇവരുടെ ഉള്ളിലെ ദൈവവചനം മൂന്നാമത്തെ കൂട്ടരെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത് ഫലം കൊടുക്കാത്തവർ. മത്തായിയുടെ സുവിശേഷത്തിൽ ഇവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിഷ്ഫലന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം കേട്ടിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വ്യക്തി ഫലം കൊടുക്കാത്ത നിഷ്ഫലനാണ്. ഈ നിഷ്ഫലമായിട്ട് ദൈവവചനത്തെ അതിന്റെ ഫലം കംപ്ലീറ്റ്ലി കളഞ്ഞ് നിഷ്ഫലമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളല്ല, ഇത് ശരിക്കും ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം മൂന്നായിട്ട് അതിന്റെ എഫക്ട് പറഞ്ഞിരിക്കുന്നു. എന്താണെന്നൊക്കെയാന്ന് പറയാമോ? മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല. എന്താണ്? ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ആണ്. ഇംഗ്ലീഷിൽ എന്താണെന്ന് അറിയാൻ എഴുതിയിരിക്കുന്നത്? worries, riches and pleasures of this life and brings no fruit to maturity എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന് worries, രണ്ടാമത്തേത് പറഞ്ഞിരിക്കുന്നത് അടുക്ക് പറഞ്ഞിരിക്കുന്നത് റിച്ചസ്, മൂന്നാമത്തേത് പ്ലഷേഴ്സ്. ഇത് ഈ worriesഉം പ്ലഷേഴ്സും നടുക്കത്തെ ആ കാര്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണെന്നറിയാമോ? റിച്ചസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന. എന്നിട്ട് ഈ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ ദൈവവചനം വന്നിട്ട് അവനതിന് ഫ്രൂട്ട് കൊടുക്കാതിരിക്കുന്നതിന്റെ കാര്യം ഇവന്റെ റിച്ചസിനോടുള്ള അറ്റാച്ച്മെന്റ്. ഈ റിച്ചസ് ദൈവവചനം കേട്ടിട്ട് റിയലായിട്ട് മാനസാന്തരപ്പെട്ട് ഫലം കൊടുക്കാത്ത ഒരു വ്യക്തിക്ക് റിച്ചസ് കുറയുമ്പോൾ, പണം കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? വറീസ് ഉണ്ടാവും. പണം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയാമോ? പ്ലഷേഴ്സ് ഉണ്ടാവും. എങ്ങനെ അറിയാം ഈ വ്യക്തി റിയലായിട്ട് ദൈവവചനം ഫ്രൂട്ട് കൊടുക്കുന്നവരാണോ എന്നുള്ളത്? ഇത് ടെസ്റ്റ് ചെയ്താൽ മതി. പോക്കറ്റിൽ കാശ് കുറയുന്നുണ്ടോ? ഈ വ്യക്തി എങ്ങനെയായിരിക്കും? വറീഡായിരിക്കും, അല്ലേ? പോക്കറ്റിൽ കാശ് കൂടുന്നുണ്ടോ? എന്ത് സംഭവിക്കും? ഈ വ്യക്തി പ്ലഷറിലോട്ട് പോകും. ഇത് രണ്ടും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരേ കാര്യമാണ്. ഇത് മൂന്ന് കാര്യമല്ല. ഈ വറീസും പ്ലഷേഴ്സും ഡിപ്പെൻഡഡ് ഓൺ റിച്ചസ്. ഇതാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഫലം കൊടുക്കാത്തത്. ഞാൻ പറയുന്നത് കേൾക്കട്ടെ, യഥാർത്ഥത്തിൽ ദൈവവചനത്താൽ പിടിക്കപ്പെട്ട കർത്താവിന്റെ ഹൃദയത്തിൽ ദൈവവചനം ഉള്ളിൽ വന്ന ഒരു വ്യക്തി, ഫലം കൊടുക്കുന്ന വ്യക്തിക്ക് റിച്ചസ് ആ വ്യക്തിയെ ഒരു തരത്തിലും ഇഫക്റ്റ് ആക്കത്തില്ല ആ വ്യക്തിയുടെ ലൈഫിൽ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്. പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് താഴ്മയിലിരിക്കാനും അറിയാം, സമൃദ്ധിയിലിരിക്കാനും അറിയാം. എങ്ങനെ ഇരിക്കാനും ഞാൻ പഠിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം ഫിലിപ്പ് ലേഖനത്തിലെ വാക്യം. ഫിലിപ്പ് ലേഖനം അതിന്റെ അവസാനത്തെ അധ്യായത്തിലല്ലേ? ഫിലിപ്പ് ലേഖനം അതിന്റെ അവസാനത്തെ 4-ാമത്തെ അധ്യായം, 4-ാമത്തെ അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ. അലംഭാവത്തോടിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതൃപ്തിയോടിരിക്കാന്നാണ് അർത്ഥം. താഴ്മയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം. തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിന്റെ അർത്ഥം ദൈവവും കർത്താവിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാ സാഹചര്യത്തിലും ഈ സാഹചര്യം ഇഫക്റ്റ് ആകാത്ത രീതിയിൽ ഒരു വ്യക്തിയെ നിർത്തുന്നത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വന്ന ദൈവവചനത്തിന്റെ എഫക്റ്റാണ്. എന്നാൽ ഈ ഒരു നിഷ്ഫലന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പണം കുറയുമ്പം വറീഡുമാവും, പണം കൂടുമ്പം ഈ വ്യക്തി പ്ലഷറിലോട്ട് പോകുകയും ചെയ്യും. ഈ വ്യക്തിയുടെ ലൈഫിൽ പ്ലഷർ ആയിരിക്കും മുമ്പിലോട്ട് ഇരിക്കുന്നത്. പണം കുറയുമ്പോഴത്തേക്ക് ഈ വ്യക്തിയുടെ ആശ്രയത്വം പോകുന്നു. ഇതാണ് റിയലായിട്ട് ഒരു വ്യക്തി യഥാർത്ഥ ദൈവസഭയിൽ വന്നിട്ട് ദൈവവചനത്തിന്റെ എഫക്റ്റ് കൊടുക്കാത്ത വ്യക്തികൾ. ഇങ്ങനെയുള്ള വ്യക്തികൾ വർഷങ്ങൾ കഴിയുമ്പോഴും ഇഫക്റ്റ്ലെസ് ആയിട്ടുള്ള, ഫ്രൂട്ട്ലെസ് ആയിട്ടുള്ള വ്യക്തികളായിട്ടിരിക്കും. പക്ഷേ കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്ന അറിയാവോ? താഴോട്ട് പറയുമ്പോൾ പറയാണ് 18-ാമത്തെ വാക്യം, ഇത് വെളിപ്പെടും. അവിടെ പറയുകയാണ്, വെളിപ്പെടാതെ ഗൂഢമായതൊന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നതൊന്നുമില്ല. ആകയാൽ therefore അവിടെ പറയാണ്, നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത് എന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഞാൻ പറയട്ടെ, ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്കൊരു ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റിയും ഉണ്ടാകും. നമ്മളെ തന്നെ വഞ്ചിക്കാനായിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇവിടെ പറയാണ്, ആകയാൽ നിങ്ങൾ
എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്നിട്ട് പറയാണ്, ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നേ, ഉണ്ട് എന്ന് തോന്നുന്നതും കൂടി. ഇത് ഇവന് ഒന്നും ഇല്ല ശരിക്കും. പക്ഷെ ഇവനെന്താണ് വിചാരിക്കുന്നത്? ഈ വചനം കേൾക്കുന്ന വ്യക്തി, ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഡിസപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവവചനം കേൾക്കുന്ന വ്യക്തി റിയലായിട്ട് അത് സംഗ്രഹിക്കാതെ ഫലം കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവനൊന്നുമില്ല. പക്ഷെ ഒന്നുമില്ലെങ്കിൽ ഇവൻ എന്താ സംഭവിക്കാന്ന് അറിയാമോ? ഇവൻ എന്തൊക്കെയോ ആണെന്ന് ഇവൻ സ്വയം തോന്നും. കാരണം ഈ ഒരു ഫോം ഓഫ് സ്പിരിച്വാലിറ്റിയിൽ ഇവൻ ഉണ്ടെന്ന് തോന്നുന്നു കൂടെ എടുത്തു കളയും. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് അത് ചെയ്യുന്നവരത്തേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയലായിട്ട് ഒരു വ്യക്തിയെ ഡിസീവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദൈവവചനത്തിന്റെ എഫക്റ്റ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് റിച്ചസ് എന്നുള്ളത്. റിച്ചസ് അതിൽ തന്നെയല്ല, ആ വ്യക്തിയിൽ ദൈവവചനം എഫക്റ്റ് ആകാത്തതിന്റെ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേറൊരു ഒരു സംഭവം വായിക്കാം. കർത്താവ് പറഞ്ഞ ഒരു ഉപമ, അതിന്റെ ഉപമ ഒരു കഥ പറഞ്ഞത് മത്തായിയുടെ ലൂക്കോസിന് തന്നെ 12-ാമത്തെ അധ്യായത്തിന്റെ 15 മുതൽ താഴെയുള്ള വാക്യങ്ങൾ, 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊടുക്കി. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെക്കാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, യൂദാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാണ്. ഇതൊരു ഒരു കഥ പറയാണ്, കർത്താവ് പറയാണ്. അതിന്റെ ഉദ്ദേശം പറഞ്ഞത്, ഒരാൾ വന്നിട്ട് പറയാണ്, എനിക്ക് കിട്ടാനുള്ള പോർഷൻ ഡിവൈഡ് ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ വന്നത് ഇതിനല്ല. കർത്താവ് വന്നതിന്റെ ഉദ്ദേശം ഇങ്ങനത്തെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞു സൂക്ഷിച്ചുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകകളല്ല അവന്റെ ജീവനെ ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപമ പറയുകയാണ്. ഒരു ധനവാനായിട്ടൊരു മനുഷ്യന്റെ ഭൂമി നന്നായി വളഞ്ഞു. ഇതിലൊന്നും ഒരു തെറ്റുള്ള കാര്യമല്ല കേട്ടോ. ഒരു മനുഷ്യന്റെ ധനവാനാകുന്നതോ അവന്റെ ഭൂമി നന്നായി വളയുന്നു, ഇതൊന്നും തെറ്റാണെന്നല്ല അവിടെ പറയുന്നതിന്റെ അർത്ഥം. ഞാനത് പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അടുത്ത വാക്യം പറയാണ്, അവൻ എന്താ ചെയ്യുന്നതെന്നറിയാം? അവൻ, ഞാൻ എന്തു ചെയ്യണ്ടു? എന്റെ വിളവ് കൂട്ടിവെക്കുവാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുക്കളും എല്ലാം ഞാനതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ ഈ വ്യക്തി പറയും, എന്താണ്? നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ഇവിടുത്തെ പ്രശ്നം ഈ വ്യക്തിയുടെ വിളവ് നന്നായിട്ട് വളഞ്ഞു എന്നുള്ളതോ ഈ വ്യക്തി ധനവാനായി എന്നുള്ളതോ ഒരു പ്രശ്നമല്ല. അത് ബൈബിളിൽ അങ്ങനെ ഒരു പ്രശ്നമായിട്ട് പറയുന്നതുമില്ല. പക്ഷെ ഈ വ്യക്തിയുടെ പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വ്യക്തിയുടെ ഹൃദയം അതിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് തിമോഥെയോസിനെ എന്ത് പറഞ്ഞിരിക്കുന്നത്? ധനവാൻ ആകുവാൻ ആഗ്രഹിക്കുകയും ദ്രവ്യാഗ്രഹമാണ്. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ദ്രവ്യാഗ്രഹം ഒഴിഞ്ഞു സൂക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവൻ പറയാണ്, എനിക്ക് ആ ഏറിയ നാളിലേക്ക് ഞാൻ ഇത് കൂട്ടിവെക്കും. എന്നിട്ട് എന്താണ് ഇവൻ പറയുന്നത് അറിയാമോ? എന്നിട്ട് പറയാണ്, ഐ വിൽ എൻജോയ് മൈ ലൈഫ്. അതാണ് എല്ലാവരും അവൻ പറഞ്ഞിരിക്കുന്നത്. അവൻ പറയാണ്, പണം കൂടിയപ്പോൾ, പണം ലഭിച്ചപ്പോൾ ഇവൻ പ്ലഷറിലേക്ക് ഇവന്റെ മനസ്സ് പോയി. ഇവൻ പറയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ലോകത്തിന്റെ ദൃഷ്ടിയിൽ അവന്റെ ബുദ്ധിമാനാണ്, അല്ലെ? നമ്മളാരും ഒരു ബിസിനസ് നന്നായിട്ട് സക്സസ് ആയിട്ട് വിജയിച്ചിട്ട് ഒരു വലിയ രീതിയിൽ സമ്പാദിച്ച് കൂട്ടിവെക്കുന്ന ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ബിൽഗേറ്റ്സിനെയോ അല്ലെങ്കിൽ അംബാനിയോ ഒക്കെ കാണുമ്പോൾ നമ്മളെന്താ പറയുന്നത്? നമ്മൾ ബുദ്ധിമാൻ എന്ന് പറയും. നമ്മൾ ബുദ്ധിമാൻ എന്ന് പുറത്തുനിന്ന് പറയും, നമ്മുടെ ഹൃദയത്തിൽ പറയും, അല്ലേ? നമ്മളൊക്കെ നമ്മളെ കമ്പയർ ചെയ്യുന്ന ഇവരെ പറ്റില്ലേ? ഇവരാരും എന്തോ ബുദ്ധിമാൻ, വളരെ സക്സസ്ഫുൾ മാൻ എന്ന് പറയും. പക്ഷെ ദൈവത്തിന്റെ ഒരു പെർസ്പെക്റ്റീവാണ് ദൈവം അവിടെ പറയുന്നത്. ദൈവനെ എന്താ വിളിക്കുന്നത്? ഇവിടെ പറയാണ്, യു ഫൂൾ. എന്താ ഇവന്റെ ഫൂളിഷ്നസ്? എന്താണ് ഇവന്റെ ഫൂളിഷ്നസ്? ഇവന്റെ ഫൂളിഷ്നസ് എന്താണെന്ന് അറിയാമോ? ഇവന് അന്ന് രാത്രിയിൽ
ഇവന്റെ ജീവൻ പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി ഇവന് യാതൊരു ബോധ്യമുണ്ട്. ഇവൻ സമ്പാദിച്ചൊന്നും വിഷയമല്ല. ഇവിടെ സമ്പാദിച്ചെന്നുള്ളത് ഇവന്റെ വിളവ് കൂട്ടി എന്നുള്ളത് ഇതൊന്നുമല്ല വിഷയം. ഇവന്റെ പെർസ്പെക്റ്റീവ് നഷ്ടപ്പെട്ടു, ഇവന്റെ ബോധ്യം നഷ്ടപ്പെട്ടു, ഇവന്റെ ദൈവ രാജ്യത്തെ പറ്റിയുള്ള ബോധ്യം നഷ്ടപ്പെട്ടു, ഇവന്റെ നിത്യതയെ പറ്റിയുള്ള കാഴ്ചപ്പാട് പോയി, ഇവന്റെ മനസ്സ് നേരെ ഭൂമിയിലേക്കായി പോയി. ഇവരുടെ അടുത്ത് ഇവൻ പറയാണ് ഏറിയ നാളുകളിലേക്കുള്ളത്, ഏറിയ ആണ്ടുകളിലേക്കുള്ളത് വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, തിന്നുക കുടിക്കാൻ. ദൈവം പറയാണ്, യു ഫൂൾ, ടുഡേ, ഇന്ന് രാത്രിയിൽ നിന്റെ ജീവനെ ഞാൻ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ചാവര ഇതും കൊണ്ട് ഇതാർക്കാകും എന്നുള്ളതിനെ പറ്റി ബോധ്യമുണ്ടെന്ന് ചോദിക്കാം. ഇതാണ് റിയലായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ മനസ്സ് എവിടാണ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിയലായിട്ടുള്ള പ്രശ്നം. ഈ വ്യക്തിയുടെ മനസ്സ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ധനത്തിലാണെങ്കിൽ ആ ധനം കുറയുമ്പോൾ ഹി വിൽ ബി വറീഡ്. ആ ധനം കൂടുമ്പോൾ ഹി സ്റ്റാർട്ട് എൻജോയിങ് ദ പ്ലഷേഴ്സ് ഓഫ് ദ വേൾഡ്. അന്നേരം അവന്റെ അടുത്ത് പറയാണ്, യു ആർ എ ഫൂൾ. നിനക്ക് ദൈവത്തിന്റെ കാഴ്ചപ്പാടിലുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. എന്താണ് ഇവന്റെ റിയൽ പ്രശ്നം? കർത്താവ് അടുത്ത വ്യക്തി പറയാണ്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം, എല്ലാവരുടെയും കാര്യം ഇങ്ങനെ ആകുമെന്ന് പറയണം. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവൻ ദൈവവിഷയമായിട്ട് സമ്പന്നനല്ല. ഇവൻ സമ്പന്നനാണോ അല്ലയോ എന്നുള്ളത് വിഷയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവന്റെ പ്രശ്നം ഇവൻ ദൈവവിഷയമായിട്ട് ദരിദ്രനാണ്. ഇവൻ വർഷങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ടിട്ടും ഹീസ് നോട്ട് ഫ്രൂട്ട്ഫുൾ ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് ഇവനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പക്ഷേ ഇവൻ ആ ദൈവരാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പാപ്പരായ ഒരുവൻ. അവനെപ്പറ്റി പറയാണ്, അവനൊരു ഫൂളാണ്, ഒരു വിഡ്ഢിയാണ്. അവിടെ പറയാണ്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം എല്ലാം ഇങ്ങനെയാകും. നമ്മളുടെ കാര്യങ്ങളെ നോക്കണ്ടായിരുന്നു, നമ്മുടെ ഭവനത്തെ നോക്കണ്ടായിരുന്നു, ഇതൊന്നും അല്ല പറയാം. നമ്മൾ നാളെ തൊട്ട് സന്യാസിയാവണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പൗലോസ് പറയാണ്, സ്വന്തം കുടുംബത്തിനും തനിക്ക് വേണ്ടിയും കരുതാത്തവൻ അവിശ്വാസിയെക്കാളും ദാഹമനാണ്. എന്നിട്ട് ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഒരു വ്യക്തിയുടെ മനസ്സ് എവിടാണെന്നുള്ളതാണ്. ഇവിടുത്തെ വിഷയം ഇവന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇവനെക്കൊണ്ട് ദൈവരാജ്യത്തിലും ദൈവത്തിന്റെ സഭയിലും ഇവനെക്കൊണ്ട് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട് എന്നുള്ളത് നഷ്ടപ്പെടുത്തി ഇവൻ വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് ഉണ്ടാക്കിയവനാണ് ഇവൻ എന്നുള്ള ചിന്ത ഇവന്റെ മനസ്സിൽ വന്നാണ് ഇവന്റെ പ്രശ്നം. അവന്റെ ദൈവരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവൻ ദരിദ്രനായി പോയെന്നുള്ളതാണ്. അവിടെ പറയാണ്, യു ആർ എ ഫൂൾ. അവിടെ പറയാണ്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ, യു ആർ എ ഫൂൾ. കാരണം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ന് രാത്രിയിൽ ഒറ്റ ദിവസം കൊണ്ട് പോകാനുള്ളതേ ഉള്ളൂ നമ്മുടെ പ്രാണൻ. ഒറ്റ ദിവസം കൊണ്ട് ഇവിടുന്ന് നമ്മൾ മാറ്റപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഇവിടെ കിടക്കാനുള്ള കിട്ടുന്ന ഒരു ശവപ്പെട്ടി മാത്രം. ഞാനൊരു ഡീറ്റെയിലേക്ക് പോകാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. പൗലോസ് പറയാണ്, നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഈ ഭൂമിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോവുകയില്ല. നമുക്കറിയാമോ? നമുക്ക് ആ വാക്യം കഴിഞ്ഞ ആഴ്ച വായിച്ചു കാണും, പെട്ടെന്ന് വായിക്കാൻ പറ്റത്ത്. 2 തിമോഥെയോസിലല്ലേ വാക്യം? 1 തിമോഥെയോസ്, അതിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ഇവിടെ പറയാണ്, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഭൂമിയിലോട്ട് വന്നപ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ലെന്നറിയാം. പക്ഷെ രണ്ടാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും ശരിക്കറിയാത്ത കാര്യം എന്താണെന്നറിയാമോ? ഇവിടുന്ന് ഒന്നും കൊണ്ടുപോവുകയും കൂടി ഇല്ല എന്നുള്ളത് നമുക്കറിയത്തില്ല, അല്ലെ? നമ്മളൊരു വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പിള്ളേർ, കൊച്ചു പിള്ളേരും കൊണ്ടൊക്കെ പോകുമ്പോൾ അവർ ആ വീട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് പോക്കറ്റിലൊക്കെ ഇടും കളിച്ചിട്ട്, അല്ലേ? അതായത് നമ്മൾ ഇങ്ങോട്ട് പോരാൻ നേരത്ത് എന്ത് പറയും? നമ്മൾ പറയും അത് അവിടെ വെച്ചിട്ട് പോകാൻ പറയും. കാര്യം എന്താണ്? ഞാൻ ഇങ്ങോട്ട് വന്നപ്പം കൊണ്ടുവന്ന സാധനമല്ല, അതുകൊണ്ട് അവിടെ ഇട്ടിട്ട് ഇറങ്ങി പോന്നേക്കാൻ പറയും. ഇതേപോലെയാണ് നമ്മുടെയും കാര്യം. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ നേരത്ത് എന്തെങ്കിലും കൊണ്ടുപോവാൻ നമ്മൾ ചിന്തിച്ചാൽ ദൈവം പറയും, നീ എങ്ങനെ വന്നേ? അതേപോലെ നീ തിരിച്ചു വരേണ്ടതാണെന്ന് പറയും. അത് ഇട്ടേക്കാൻ പറയും. അവിടെ വരെ ഉള്ളു കാര്യം. അതുകൊണ്ടാണ് യോബ് പറഞ്ഞത്, നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകും. എന്നിട്ട് അത് ആ ഒരു പെർസ്പെക്റ്റീവ് ഒരു മനുഷ്യന് നഷ്ടപ്പെടുമ്പോൾ, ആ ഒരു കാഴ്ചപ്പാട് അവന് നഷ്ടപ്പെടുമ്പോൾ, നിത്യത എന്നൊരു കാര്യം ഉണ്ട് എന്നും നിത്യതയിൽ ചില കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യപ്പെടുന്നത് ഇവിടെ ഈ ഭൂമിയിൽ അവന് കൊടുത്ത ലൈഫിൽ അവന്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണെന്നും അവന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നം. അല്ലാതെ ഈ ഭൂമിയിൽ വെച്ചിട്ട് അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതിനെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവിടെ പറയാണ്, ഇവിടുന്ന് ഒന്നും നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുമില്ല. അതുകൊണ്ട് ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതിയും നാം നിരൂപിക്കുക. ധനികന്മാരാഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചാണ്. ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു മനുഷ്യന്റെ പെർസ്പെക്റ്റീവ് നഷ്ടപ്പെടുമ്പോൾ, ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെടുമ്പോൾ, ദൈവരാജ്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെടുമ്പോൾ, ദൈവവചനം അവന്റെ ഉള്ളിൽ കടന്നിട്ട് ഞെരുങ്ങുകയാണ്. പിന്നെ ഇവന്റെ അടുത്ത് പറയുന്ന വചനം മുഴുവൻ ഞെരുങ്ങി ഫലം കൊടുക്കാതിരിക്കുക.
റിച്ചസിന്റെ പ്ലഷേഴ്സും വറീസും ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് കിടന്ന് ഞെരുങ്ങുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, പണം ഉണ്ട് എന്നുള്ളതോ പണം ഇല്ല എന്നുള്ളതോ അല്ല വിഷയം. പണവുമായിട്ട് ബന്ധപ്പെട്ടാണോ നിങ്ങളുടെ വറീസും പ്ലഷേഴ്സും എന്നുള്ളത് മാത്രമാണ് വിഷയം. ദൈവം അതാണ് നോക്കുന്നത്. അടുത്ത വാക്യം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് കേൾക്കുമ്പോൾ ഒരാൾക്ക് തോന്നാവുന്ന സ്വാഭാവിക ക്വസ്റ്റ്യന്റെ ആൻസർ അടുത്ത വാക്യത്തേക്ക് പറയാം. അത് അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആകയാൽ therefore എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരാൾ കേൾക്കുകയാണ്, എന്തൊരു മെസ്സേജായത്, ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ആര് നോക്കും എന്ന് ചോദിക്കുന്ന ആൾക്കാരത്ത് പറയാണ് therefore. എന്താണ് മത്തായിയുടെ ലൂക്കോസിന് സുവിശേഷം 12:22-21 നമ്മൾ വായിച്ച് 22ാമത്തെ വാക്യം. അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആകയാൽ എന്ത് തിന്നും എന്ന് ജീവനായി കൊണ്ടും എന്ത് ഉടുക്കും എന്നും ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട്. ഇവിടെ പറയാണ് ഡു നോട്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഡു നോട്ട് വറി. എന്താണ് ദൈവവചനത്തെ നിഷ്ഫലമാക്കുന്ന ഒരു കാര്യം? വറീസ് ആണ്. എന്താണ് ഇവിടെ പറയാണ്? യു ഡു നോട്ട് വറി. നീ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ് അടുത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്? എന്ത് തിന്നുമെന്തും എന്ത് ജീവനായിക്കൊണ്ട് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. കരുതരുതെന്നല്ല എവിടെയും പറയുന്നതിന്റെ അർത്ഥം. യു ഡു നോട്ട് വറി എന്ന് പറഞ്ഞിരിക്കുന്നത്. വറീസ് ഉണ്ടാവരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. എന്നിട്ട് പറയാണ് കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പണ്ടികശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതിയേക്കാൾ നിനക്ക് എത്ര വിശേഷതയുള്ളവൻ. പിന്നെ വിചാരപ്പെടുന്നതിനേക്കാൾ നീളത്തൊരു മുഴുവൻ കൂട്ടാൻ നിങ്ങൾക്ക് ആർക്ക് കഴിയും? ആകയാൽ ഏറ്റവും ചെറിയതിനെ പോലും നിങ്ങൾ പോരാത്തവരെങ്കിൽ നിങ്ങൾ ശേഷമുള്ളതിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഒരു കാര്യം പറയാണ്, ഈ പണത്തിനോ ഈ വറീസിനോ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കാര്യങ്ങൾ ഒന്നിനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയാതെ. അന്നേരം പറയാണ് അതുകൊണ്ട് അതിനെപ്പറ്റി വറി ചെയ്തിട്ടും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ വറി ചെയ്യരുതെന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? എന്താ പറയുന്നത്? യു കനോട്ട് ഡു ഈവൻ എ വെരി ലിറ്റിൽ തിങ്. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്ത സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാം. അത്ര പോലും നിങ്ങൾക്ക് കഴിവില്ലാത്തവരാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ വറി ചെയ്യുന്നതെന്ന് ആലോചിക്കും. എന്നിട്ട് ഇത്ര ചെറിയതിന് പോലും നിങ്ങൾ പോരാത്തവരെങ്കിൽ നിങ്ങൾ ശേഷമുള്ളതിനെപ്പറ്റി വിചാരപ്പെടുന്നത് എന്തിന്? താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നുറുക്കുന്നില്ല, എന്നാൽ ശലോമോൻ പോലും തന്റെ മഹത്വത്തിൽ ഒന്നിനു പോലും ചമഞ്ഞിരുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് താഴേക്ക് പറയുമ്പോൾ വീണ്ടും പറയാണ്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് ചിന്തിച്ച് നിങ്ങൾ ചഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ആൻഡ് ദീസ് തിങ്സ് വിൽ ബി ആഡഡ് ടു യു. അന്നേരം എന്താണ് ഒരു വ്യക്തിയുടെ അന്വേഷണം? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിന്റെ റൈറ്റ് പ്രയോറിറ്റി മാറുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. എന്താണ് ഈ വ്യക്തിയുടെ ലക്ഷ്യം? എന്തായി മാറി? ഈ വ്യക്തി പിന്തുടരുന്ന, ഈ വ്യക്തി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലക്ഷ്യം മാറി. ആ വ്യക്തി സെറ്റ് ചെയ്തിരിക്കുന്ന ലക്ഷ്യം ഈ ഭൂമിയിലെ കാര്യങ്ങളായി. അതേസമയം ഈ വ്യക്തിയുടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഷിഫ്റ്റ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്? ദൈവം ബാക്കി കാര്യങ്ങൾ നോക്കുള്ളൂ. ദൈവം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ആവശ്യങ്ങളെ ദൈവം ആഡ് ചെയ്യും. ഇതിനെ ആഡ് ചെയ്യും. ഈ വ്യക്തി പക്ഷെ നോക്കുന്നത് എങ്ങോട്ടാണ്? ഈ വ്യക്തി അന്വേഷിക്കുന്നത് മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും ഒരു വ്യക്തി അന്വേഷിക്കാനായിട്ട് ശ്രമിക്കും. ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ദൈവത്തിന് എന്നെ പറ്റിയുള്ളൊരു ഉദ്ദേശമുണ്ടെന്നും ദൈവരാജ്യമാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നും ഞാൻ മനസ്സിലാക്കിയിട്ട് ദൈവരാജ്യത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ആഡ് ചെയ്യപ്പെടും. ആ വ്യക്തിക്ക് ചിലപ്പോൾ ധനം ഉണ്ടായിരിക്കും. ഇതൊന്നും ഞാനതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ഇതല്ല, വസ്തു അല്ല അവിടുത്തെ വിഷയം. മനസ്സ് സെറ്റ് ചെയ്തിരിച്ചിരിക്കുന്നതാണ് വിഷയം. ഈ വ്യക്തി ദൈവരാജ്യം അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എന്താണെന്നറിയാമോ? ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ ആവശ്യങ്ങളെ ദൈവം മീറ്റ് ചെയ്യാൻ തുടങ്ങും. ആ വ്യക്തിക്ക് ധനം കുറയുമ്പോൾ ആ വ്യക്തിക്ക് ഡിസ്റ്റർബ്ഡ് ആവത്തില്ല, ആ വ്യക്തി വറീഡ് ആവത്തില്ല. ഞാൻ പറഞ്ഞു ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷേ നമ്മളുടെ റിയൽ സ്പിരിച്വൽ ദൈവവാൻ നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വറീസ് നമ്മളിൽ നിന്ന് പതുക്കെ മാറും. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പ്രഷേഴ്സ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടും. നമ്മൾ ദൈവരാജ്യം മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം. ദൈവരാജ്യ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം രാജാവായിട്ട് കാര്യങ്ങളെ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.
ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്യൂണോ ഒപ്പിടാൻ നിൽക്കുന്ന വ്യക്തിയോ അല്ല. ആ വ്യക്തി ഡിസൈഡ് ചെയ്യുന്ന വ്യക്തിയായിട്ട് മാത്രമേ കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവ് പറയുകയാണ്, ദൈവരാജ്യം നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങളെ ഡിസൈഡ് ചെയ്യാൻ പോകുമ്പോൾ, ഇറ്റ് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി ടു ആഡ് ഓൾ ദീസ് തിങ്സ്. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞ വാക്കിലേക്ക് വരട്ടെ, ദൈവവചനം നമ്മൾ കേൾക്കുന്നു. ആ കേൾക്കുന്ന വചനം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അത് ഫ്രൂട്ട് കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഡിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ നിഷ്ഫലന്മാരായിട്ടിരിക്കുക, നമുക്കൊരു തോന്നലിലേക്ക് നമ്മൾ ഇത് കൊണ്ടുപോയി ചെയ്യുന്നത്. അതാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരാം. യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം അവിടെ പറയാണ്, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ ദൈവത്തിന്റെ വചനമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവമക്കളെ, യഥാർത്ഥ ദൈവവചനം കേൾക്കുമ്പോൾ അതിന്റെ ശക്തി ഭയങ്കര ശക്തിയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുള്ള ദൈവവചനമാണ്. ആ ദൈവവചനം പക്ഷേ അത് കേട്ടിട്ട് ആ വ്യക്തി അതിന്റെ ഫലം കൊടുക്കുന്നില്ലെങ്കിൽ, അത് കേട്ടിട്ട് അത് ചെയ്യാനായിട്ട് റെഡിയാവുന്നില്ലെങ്കിൽ, എങ്കിൽ വചനം മാത്രം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. ഒരുവൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്നവരിക്കും. ഞാൻ പറയട്ടെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ദൈവവചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഫ്രൂട്ട്ഫുൾ ആവുന്നത്? അതിന് കർത്താവിനെ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ വായിച്ച് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാമത്തെ അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ വായിക്കാം. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. അവിടെ പറയാണ്, ദൈവത്തെ പറ്റി എന്താണ് കർത്താവ് ഒരു വ്യക്തിക്ക് കൂടുതൽ വെളിപ്പാടുകൾ, കർത്താവിനെ പറ്റിയുള്ള റിയൽ റെവലേഷൻ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുള്ള ദൈവത്തിന്റെ റെവലേഷൻ ദൈവം എങ്ങനെയാണ് കൊടുക്കുന്നത് പറഞ്ഞിരിക്കുന്നത്? ആർക്കാ കൊടുക്കുന്നത്? എന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിച്ച് അവന് എന്നെ പിന്നെ വെളിപ്പെടും. എന്നിട്ട് ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തി റിയലായിട്ട് കർത്താവെ എനിക്കത് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ആ വ്യക്തി ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തി ആര് സ്നേഹിക്കുന്നു പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു സ്നേഹിക്കും. യേശുക്രിസ്തു സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്ത് സംഭവിക്കും? ദൈവം കൂടുതലായിട്ട് വെളിപ്പെടുത്തി കൊടുക്കും. അന്നേരം ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം നമുക്ക് കൂടുതലായിട്ട് വെളിപ്പെടാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? വളരെ റൂട്ട് റീസൺ. അത് ചെയ്യാനായിട്ട് ആഗ്രഹമില്ല, അല്ലേ? അതിലെ അവിടെ പറഞ്ഞിരിക്കുന്നത്, കൽപ്പനകൾ കേട്ടിട്ട് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു, അങ്ങനെയുള്ളവനെ ദൈവം കൂടുതൽ വെളിപ്പെടുത്തി കൊടുക്കും. അന്നേരം ദൈവത്തിന്റെ റെവലേഷൻ ഒരു വ്യക്തിക്ക് ക്ലിയർ ആവാത്തതിന്റെ കാര്യവും ഇതാണ്. ആ വ്യക്തിക്ക് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമില്ല, കേൾക്കാനായിട്ടുള്ള ആഗ്രഹം ഇഷ്ടം പോലെ ഓർക്കണം. അതാണ് നമ്മൾ വായിക്കുന്നത്. അതിന് 23-ാമത്തെ വാക്യം, അവിടെ പറയാണ്, യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ, ഇവിടെ പറയുന്നത് വളരെ ക്ലിയർ ആണ്, ഇതൊന്നും ഇതിൽ നിൽക്കുന്നതല്ല. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. അന്നേരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ എന്നേക്കും വസിച്ച് അവനോട് വാസം ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? ആ വ്യക്തി കർത്താവിനെ സ്നേഹിക്കുന്നു. ആ വ്യക്തി കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? ആ വ്യക്തി ദൈവത്തിന്റെ വചനം ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുള്ളവനായിരിക്കും. അതിന്റെ 24-ാമത്തെ വാക്യം, എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. അന്നേരം വളരെ ക്ലിയർ റിലേറ്റഡ് കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ ടെസ്റ്റ്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്, ദിസ് ഇസ് എ ടെസ്റ്റ്. നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ള ടെസ്റ്റ് ഇതാണ്. നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്റെ 24-ാമത്തെ വാക്യം, എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിന്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. 15-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, ഇവിടെ പറയാണ്, നിങ്ങൾ എന്നിലും
നമ്മൾ പിതാവായ യേശുക്രിസ്തുവിലും പിതാവായ ദൈവത്തിലും നമ്മൾ വസിക്കുകയും എന്താണ് കർത്താവിന്റെ വചനം നമ്മളിൽ വസിക്കുകയും കൂടെ ചെയ്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തപേക്ഷിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ? കർത്താവിന്റെ വചനത്തിൽ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവൻ കർത്താവിന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുന്നവൻ. കർത്താവിന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുന്നവൻ കർത്താവിന്റെ ആഗ്രഹങ്ങളായിരിക്കും ചോദിക്കുന്നത്. അവന് കർത്താവ് അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. നേരം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അറിയോ? പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും നമ്മളിൽ വസിക്കുന്നത്, ദൈവത്തിന്റെ വചനം നമ്മളിൽ വസിച്ചിട്ട് നമ്മളത് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുമ്പോഴാണ്. ഇല്ലെങ്കിൽ അതാണ് അതിന്റെ ഒരു ഔട്ട്വേർഡ് എവിഡൻസ്. അങ്ങനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ വളരെ ഫലം കായ്ക്കുന്നവരായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാകും. ദൈവത്തിന്റെ വചനത്തിന്റെ എഫക്റ്റ് അതാണ്. പക്ഷെ അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. പക്ഷെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അവിടെ പ്രധാനമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ് തന്നെ നമ്മൾ കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ദൈവത്തിന്റെ വചനം നമ്മൾ വസിക്കുക എന്ന് പറയുന്നതും കർത്താവ് വസിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സൈമൾട്ടേനിയസ്ലി മാറി മാറി പറയുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വീണിട്ട് നമ്മൾ കൂടി അതിന്റെ ഫലം പുറപ്പെടുവിക്കും. യെശയ്യാവിന്റെ പ്രവചനം 55-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്കും കൂടെ വായിച്ചെടുത്ത് 55-ന്റെ 10 മുതൽ 13 വാക്കുകൾ. ഇവിടെ പറയാണ്, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ എഫക്റ്റ് പറയുകയാണ്. എന്താണ്? മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. ഈ വിത്ത് എന്ന് പറയുന്നത് ദൈവവചനമാണ്, അല്ലെ? ദൈവവചനം വീണ ഹൃദയം എന്ന് പറയുന്നത്, ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. ഇനി ഈ വിത്തിനെ വിളയിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് അതും ദൈവവചനം തന്നെയാണ്, അല്ലെ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ഭൂമിയിലേക്ക് ഒരു ദൈവവചനത്തിന്റെ വിത്ത് വീഴുന്നു. ആ വിത്തിനെ ഫ്രൂട്ട്ഫുൾ ആക്കുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? മഴ വന്നിട്ട് ഹിമവും വന്നിട്ട് ഭൂമിയെ നന്നാക്കിയിട്ട് ആ വിത്തിനെ വിളയിക്കുന്ന പോലെ ദൈവത്തിന്റെ വചനം വീണ്ടും പ്രവർത്തിക്കുകയാണ്. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെ പറയാണ്, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിക്കുകയും ചെയ്യും. എന്നിട്ട് പറയാണ്, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ട് മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാനയ്ക്ക് പകരം കൊഴുന്നു മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളമായി തീരും. ആൻഡ് എവർ ലാസ്റ്റിംഗ് സൈൻ എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കുന്നത്? ദൈവത്തിന്റെ വചനം തന്നെ വിത്താണ്. ആ വിത്ത് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വീഴുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തെയും കൂടി നനച്ച് ആ വിത്തിനെ പുറപ്പെടുവിക്കാൻ ശക്തിയുള്ള ദൈവത്തിന്റെ വചനം പിന്നെയും പ്രവർത്തിക്കുന്നു. പിന്നെ എവിടാണ് ഈ പ്രശ്നം? വിത്തും ദൈവവചനമാണ്, അതിനെ നനയ്ക്കുന്നതും. പക്ഷെ ഈ ഭൂമിയുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. ഈ ഭൂമി അവിടെ നമുക്കൊരു ചോയ്സ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ അത് ഫലം കൊടുക്കും. അത് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാലുള്ള ഒരു എഫക്റ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് കാര്യം എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. എബ്രായ ലേഖനം അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവും കുറച്ചുകൂടി. എബ്രായ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം 6-ാമത്തെ അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യം, 5 മുതലുള്ള വാക്യം വായിക്കും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും. 5-ാമത്തെ വാക്യം, ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ ക്രൂശിക്കുകയും അവന് ലോകാപവാദം വരുത്തിയാകുന്നതുകൊണ്ട് അവനെ പിന്നെയും മാനസാന്തരത്തിലേക്ക് ഒതുക്കാൻ കഴിയില്ല. അടുത്ത വാക്യം പറയാണ്, പലപ്പോഴും പെയ്ത മഴ
കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ അത് അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിച്ചിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തുമാകുന്നു, ചുട്ടുകളയാത്രേ എന്റെ രസം. അവസാനം പറയാണ്, നിങ്ങളെക്കുറിച്ച് ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ദൈവം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനത്തെ ദൈവം അയക്കുന്നു. ആ വചനത്തെ തന്നെ വിളയിക്കുവാനായിട്ട് ദൈവം വീണ്ടും ദൈവത്തിന്റെ വചനത്തെ അയക്കുന്നു. പക്ഷേ മനുഷ്യന്റെ ഹൃദയം അതിനോട് റെസ്പോണ്ട് ചെയ്യാതെ അവൻ തന്നെ മനസ്സിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വേറൊരിടത്താണെങ്കിൽ ആ ഫ്രൂട്ട് പുറത്തു വരത്തില്ല. അതിന് പകരം യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? മുള്ളും പറക്കാരയും, അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അതല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ തീർത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവവചനം കേൾക്കുന്ന വ്യക്തികൾ റിയലായിട്ട് അത് ചെയ്യാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണ് കേൾക്കേണ്ടത്. ഇത് കേൾക്കാൻ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡോടു കൂടി കർത്താവിന് വചനത്തെ റിസീവ് ചെയ്യാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ അതൊരു ഡിസെപ്ഷൻ ആയി തീർന്ന് ആ വ്യക്തിയെ ചതിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള പവർഫുൾ ആയിട്ടുള്ള ഉൾനട്ട വചനമാണ്. അതിന്റെ കൂടെ നമ്മൾ പാരമ്പര്യങ്ങൾ കൊണ്ട് ആഡ് ചെയ്യരുത്. അതിന്റെ കൂടെ നമ്മൾ ട്രഡീഷൻസ് നമ്മൾ കൊണ്ട് ആഡ് ചെയ്യരുത്. അതിന്റെ കൂടെ അതിനെ ഞെരുക്കിക്കളയുന്ന ധനത്തിലേക്ക് നമ്മൾ പോകരുത്. ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം ബാക്കി കാര്യങ്ങളെ ആഡ് ചെയ്യുകയും ചെയ്യും. ആ വ്യക്തി ദൈവത്തിന്റെ രാജ്യത്തിൽ ഒരു നടുതലയായിട്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ട് വളരുകയും ചെയ്യും. ദൈവം നമ്മൾ